Watch India's largest kids library only on Jio Hotstar. Download the app now. ബോസ് ഗുഡ് മോർണിംഗ് ബോസ്. നോക്കൂ, എത്ര നല്ല സുദിനമായി ഇന്ന്. സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ. എഴുന്നേറ്റാട്ടെ ബോസ്. എന്തു പറ്റി അങ്ങക്ക്? എന്താ പറ്റിയ ബോസ്? ഞങ്ങളെ വിട്ടുപിരിഞ്ഞ ബോസ് ഇല്ലാതെ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? മണ്ടപ്പാറ നിക്ക്. ജോണാണ്, ജോൺ ദി ഡോൺ. എന്ത്? സത്യമായിട്ട് അങ്ങ് ഭൂതമല്ലാന്നോ? പിന്നെന്താ എഴുന്നേക്കാതിരുന്നത്? എടാ മണ്ടപ്പാറ, ഞാൻ യോഗയുടെ ഒരു എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഇനി നിങ്ങൾ കണ്ടോ, ആ പൊട്ടുരുണ്ട് പത്തിലുണ്ട് ഞാൻ എന്ത് പണിയാ കൊടുക്കാൻ പോകുന്നത്. എന്റെ പൈശാചിക ബുദ്ധിയിൽ ഒരു അടിപൊളി ഐഡിയ തോന്നുന്നുണ്ട്. അവന്മാർക്കൊണ്ട് ഒരു പണി കൊടുക്കും. ഐഡിയ ബോസ്. ഞാൻ മോട്ടുവനെ പത്തിലുവനെ ശല്യപ്പെടുത്തി ആറ്റില് പോയി ചാടും. അതിനുശേഷം ഞാൻ കരയിലേക്ക് വരത്തേയില്ല. ഞാൻ വെള്ളത്തിൽ ഒഴുകിപ്പോയെന്ന് കരുതി അവന്മാരെ പേടിക്കും. പിന്നെ അങ്ങോട്ട് വരത്തേയില്ല. അതിനുശേഷം നിങ്ങൾ അവന്മാരെ പോയി പേടിപ്പിക്കണം. കാശ് തന്നില്ലെങ്കിൽ ഞങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുമെന്ന് പറയണം. അവന്മാരെ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് കാശ് തരും. എന്നിട്ട് കാശ് കൊണ്ട് നമുക്കൊന്ന് അടിച്ചു പൊളിക്കണം. പിന്നെ ഈ ജോണായിരിക്കും ഡോൺ. സമോസ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ജോൺ, നിനക്ക് ഇത്രയും ധൈര്യമോ? ഇപ്പൊ കാണിച്ചു തരാം നിനക്ക്. നീ എന്തായി ചെയ്യുന്നത്? നീ കണ്ടില്ലേ, ജോൺ ഇത്ര നേരമായിട്ട് പുറത്ത് വന്നിട്ടില്ല. അവൻ എന്താണാവോ സംഭവിച്ചത്? കിട്ടിപ്പോയി. ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റു. ഒരു രക്ഷയില്ല. നിന്നെ ഒന്നും പേടിച്ച് ഞാൻ പോകത്തില്ലടാ. ചൂണ്ടയിട്ടെന്ന് കരുതി നിന്റെ ഒന്നും ചൂണ്ടയിൽ ജോൺ വീഴത്തില്ലടാ. മോട്ടു, ഇവന്റെ ശ്വാസം നിലച്ചെന്നാ തോന്നുന്നേ. നമ്മൾ ഇനിയിപ്പോ എന്താ ചെയ്യ? എന്റെ മോട്ടു, നീ ഇതെന്താ ചെയ്യുന്നേ? പത്തിലോ ഇങ്ങനെ ചെയ്ത അവന്റെ ശ്വാസം വീണ്ടും തിരിച്ചു കിട്ടും. ഇവന്റെ ഒടുക്കത്തെ ഒരു ഇടി കേട്ടോ. പത്തിലോ ഇങ്ങനെ ചെയ്യുമ്പോ അവന്റെ വയറിനകത്തുള്ള വെള്ളമൊക്കെ പുറത്തു വന്നോ? വയറിനകത്തുനിന്ന് വെള്ളം എടുക്കുന്നത് നിന്നെയൊക്കെ ഞാൻ കണ്ടോളടാ. മോട്ടു, ഇവനെ ഫോറിൻ ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് കൊണ്ടുപോവാ. ഫോൺ വിളിക്ക് വേഗം. ഡോക്ടർ ജഡ്ക, വലിയേട്ടാ. മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്താ കാര്യം? ഓ, അങ്ങനെയാണോ? അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യ, അവനെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്ക്. പക്ഷെ അത് ആരും കാണരുത്. കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾ ചിലപ്പോ ജയിലിൽ കിടക്കും, പറഞ്ഞേക്കാം. ഓക്കെ വലിയേട്ടാ, ഓക്കെ. പത്തിലു, ഡോക്ടർ ജഡ്ക എന്താ പറഞ്ഞെന്ന് വെച്ചാ ഇവനെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടു ചെല്ലാൻ. പക്ഷെ ആരും കാണരുത്. കണ്ടാൽ നമ്മൾ രണ്ടുപേരും ജയിലിൽ പോകേണ്ടി വരും. ഐഡിയ. ബോസ്, എന്തിനാ എപ്പോഴും മോട്ടും പത്തിലും നീ നേരിടുന്നത്? അവരെ ജയിക്കാനും കഴിയുന്നില്ല. ആരെങ്കിലും ഉണ്ടോ? ബോക്സിംഗ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? മോട്ടു പത്രു, ഈ ഡ്രമ്മിൽ എന്താ കൊണ്ടുപോകുന്നത്? ഒന്നുമില്ല ബോക്സർ ചേട്ടാ. ബൈ ബൈ. ഞാൻ നിങ്ങളോട് ചോദിച്ചത് കേട്ടില്ലേ? മറുപടി പറയാതെ പോവുകയാണോ? ബോക്സറേട്ടാ, ഞങ്ങളിപ്പോ സംസാരിക്കാനുള്ള മൂഡിലല്ല. ഞാൻ നിങ്ങളുടെ ധൈര്യത്തെ പ്രകീർത്തിക്കുക. യു ആർ റിയലി ബ്രേവ്. താങ്ക് യു വലിയേട്ടാ, താങ്ക് യു. ബൈ ബൈ. ധൈര്യത്തിന്റെ സമ്മാനം കൂടി വാങ്ങിട്ട് പോ. ഇന്നാ പിടിച്ചോ. ഈ ഡ്രമ്മിൽ ജോണല്ലേ
നിലവിളിക്കുന്നേ? അത് ജോൺ എങ്ങനെ നിലവിളിക്കുക? അത് നമ്മുടെ നിലവിളിയുടെ ശബ്ദമാ. എത്രയും പെട്ടെന്ന് തന്നെ ആ ഡ്രമ്മിന്റെ അടുത്തേക്ക് പോകണം നമ്മൾ. ഒട്ടുമ്പത്തിലോ നിങ്ങളുടെ ഒരു പണി തരാനാ ഞാൻ കാത്തിരുന്നത്. യോഗയ്ക്കുള്ള സമയമായി. പത്തുലു, ഇനി ഇവരെ എങ്ങനെയാ നമ്മൾ കൊണ്ടുപോവുക? ഡ്രമ്മിലിട്ട് കൊണ്ടുപോകാൻ ഇനി സാധ്യമല്ല. അതിന്റെ മൂടി പൊട്ടിയിരിക്കുന്നത് കണ്ടില്ലേ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? വേഗം എന്തെങ്കിലും ആലോചിക്കൂ, വേഗം. ഐഡിയ. പത്തുലു, അത് കണ്ടില്ലേ? ജോൺ സ്കേറ്റിംഗും ചെയ്തു പോകുന്നത്. വേഗം വരൂ, അവരെ ചെന്ന് പിടിക്കണം. ജോൺ അവിടെ നിൽക്കേ. ഈ ബോട്ടുവിന്റെ പത്രുവിന്റെ അടുത്ത് മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതായി? ഇപ്പൊ നോക്കിയാലും അവന്മാരുടെ പ്ലാനാ വർക്കൗട്ട് ആവുന്നേ. ഞാനിപ്പോ മാറിപ്പോയാലും അവന്മാര് വിചാരിക്കും ഞാൻ മരിച്ചിട്ടില്ലെന്ന്. ഇനി ഒരു പക്ഷെ ഞാൻ മാറിയില്ലെങ്കിൽ ഈ ലോറിക്കടിയിൽ അടയാകും. പിന്നെ പൊടി പോലും കിട്ടത്തില്ല. എന്റെ പൊന്നു ഭഗവാൻ, എന്നെ എങ്ങനെയെങ്കിലും കര കയറ്റണമേ. അതെ, ട്രക്ക് ഡ്രൈവറെ നിർത്ത്. വേഗമാണേ. ജോണല്ലേ നിലവിളിച്ചേ? ഇവനെവിടെ നിലവിളിക്കാനാ? ആ ട്രക്ക് ഡ്രൈവറാണ് നിലവിളിച്ചത്. ഞാൻ കേട്ടതാ. ഓഹോ, അപ്പൊ ബോട്ടും പത്തിലും എന്റെ നിലവിളി കേട്ടില്ല. എടാ കുഴി കുഴി. ഇപ്രാവശ്യം ശരിക്കും ജോണ് തന്നെയാണ് നിലവിളിച്ചത്. അവൻ നമ്മളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുക. കണ്ടില്ലേ, ഇവിടെ വേറെ ആരുമില്ല. പിന്നെ എങ്ങനെ നിലവിളിക്കുന്നേ? ഒരു പത്തിലു, അവനെ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കണം. എന്റെ മോട്ടോ, ഇത് ജോണല്ല. നമ്മുടെ ജോൺ കാണാൻ നല്ല ഹാൻസം അല്ലേ? ഇതേതോ ഒരു കറുത്ത ഭൂതമാണ്. എന്റെ മോട്ടോ, നീ എന്തിനാ വീണ്ടും വീണ്ടും ഇതിനെ എടുത്തോണ്ടിരിക്കുന്നേ? ഇതിനെ താഴെ കിട്ടിട്ട് നമ്മുടെ ഹാൻസം ജോണിനെ എടുക്ക. എനിക്ക് തോന്നുന്നത് ഇവന്മാർ അറിഞ്ഞോണ്ട ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. പത്തിലു, ഇത് ജോണ് തന്നെയാണ്. കണ്ടില്ലേ? ഇതിനകത്ത് വീണത് കൊണ്ടാ ഇങ്ങനെ കറുത്തു പോയത്. വരൂ, നമുക്ക് ഇവനെ ഒന്ന് വൃത്തിയാക്കാം. ഓഹോ ഓഹോ, ഞാനിപ്പോ ശരിക്കും കുടുങ്ങിയെന്നാ തോന്നുന്നത്. ലവന്മാരെ വേട്ടയാടാൻ വന്ന എന്നെ ലവന്മാരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണേ. ഡോക്ടർ ജഡ്ക, ഞങ്ങളിപ്പോ ജോണിനെയും കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ജോൺ എവിടെ? വരൂ, നമുക്കിനി പോവാം. എന്റെ പൊന്നോ, യുമാരനെ ശരിക്കും പഞ്ഞിക്കിടുമെന്നാ തോന്നുന്നത്. എന്റെ കാര്യം ഗോവിന്ദ. വലിയേട്ടാ, ജോണിന് ശരിക്കും ശ്വാസം വിടാൻ പറ്റുന്നില്ല. ഇവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇവനെ രക്ഷിക്കൂ. നിങ്ങൾ രണ്ടുപേരും എന്റെ ബോസിനെ അടിച്ചടിച്ച് നദിയിൽ കളഞ്ഞു. ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ 5 ലക്ഷം രൂപ തരണം, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കും, നിങ്ങളെ ജയിലിൽ അടപ്പിക്കും. ഡോക്ടർ ജഡ്ക, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്, അല്ലെങ്കിൽ ഇവർക്ക് നമ്മൾ 5 ലക്ഷം കൊടുക്കേണ്ടി വരും. കഷ്ടപ്പാട് വെറുതെ ആയില്ല. എന്റെ പ്ലാൻ വിജയിച്ചിരിക്കുന്നു. മാസം ഇവന്മാരുടെ അടുത്ത് 5 ലക്ഷം രൂപ വാങ്ങി ഞാൻ വലിയ പണക്കാരനായി മാറി. മോട്ടോ ചങ്കേ, ഇവന്റെ ശ്വാസം നിലച്ചു. ആള് വടിയായെന്നാ തോന്നുന്നത്. ഇനി ഇവനെ മേലോട്ടൊക്കെ അയച്ചേക്കാം. നിങ്ങൾ എന്തു പറയുന്നു?
എന്താടാ ഈ കാണിക്കുന്നത്? എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? എന്നെ വിക്ഷേപിക്കരുത്, ഇറക്കി വിടറ. നമ്പർ 1 നമ്പർ 2 പിടിച്ചു വലിക്കണേ. മോട്ടു എന്നോട് ക്ഷമിക്ക, രക്ഷിക്കണേ. ബോസ്, ഞാൻ എത്ര കാലമായി പറയുന്നു മോട്ടും പത്രുവിന്റെയും കൂടെ വെറുതെ ശണ്ടയ്ക്ക് പോകരുതെന്ന്. പക്ഷെ നിങ്ങളുടെ ഒടുക്കത്തെ ബുദ്ധി നിങ്ങളെ അതിനൊന്നും തോന്നിക്കുന്നില്ലല്ലോ. മോട്ടു പത്രു സഹായിക്കണേ. ഞാൻ സോറി പറഞ്ഞേക്കാം. എന്നെ ഒന്ന് താഴെ ഇറക്ക്. സോറി, രക്ഷിക്കണേ. Watch India's largest kids library only on Jio Hotstar. Download the app now.